കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 120 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്തു എൻ്റെ പ്രാണനെ രക്ഷിക്കണം. 2 ചിന്തകൾ ഈ 2 വാക്യങ്ങൾക്കകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നു. ഒന്ന്, കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുന്ന അവസ്ഥ, അതിന് ദൈവത്തിൻ്റെ കരം നമുക്ക് മറുപടിയായി വെളിപ്പെടുന്ന ഒരു മേഖല. 2, നമുക്ക് വിരോധമായി വരുന്ന ഒരു പ്രതിസന്ധിയുടെ തലം. ഈ 2 വിഷയങ്ങളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്: യഹോവയോട് അപേക്ഷിച്ച, യഹോവയോട് നിലവിളിച്ച വിഷയത്തിനകത്ത് ദൈവം ഇടപെടുന്ന, ദൈവം മറുപടി തരുന്ന, ദൈവം ഉത്തരം നൽകുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിലവിളിയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഉണ്ട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആരൊക്കെ നിലവിളിയോടെ ദൈവസന്നിധിയിലേക്ക് പോയിട്ടുണ്ടോ, ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് ശക്തിയോടെ ദൈവം വെളിപ്പെടുത്തിയ മേഖലകളെയും നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വന്ന്, യഹോവ വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. അപ്പോൾ ഇവിടെ പറയുന്ന 2 വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന്, വ്യാജമുള്ള അധരങ്ങൾ, വഞ്ചനയുള്ള നാവ്. അപ്പം ഇത് 2 പലപ്പോഴും ദൈവമക്കളായെന്ന് നമുക്ക് വിരോധമായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്, അല്ലേ? നമുക്ക് അറിയാം, ഒരുപക്ഷെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ, മാനസിക തലങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് ഈ വിധ വിഷയങ്ങൾ നമുക്കൊരുപക്ഷെ കാണാൻ അല്ലെങ്കിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ചെയ്യാത്ത, കാണാത്ത, പ്രവർത്തിക്കാത്ത മേഖലകൾ പലപ്പോഴും നമ്മൾ കുറ്റാരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ അറിയാൻ പറ്റും, അല്ലേ? ചിലപ്പോൾ ചില അപവാദങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുന്ന, നിന്ദകൾ കേൾക്കേണ്ടി വരുന്ന, ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒക്കെ അവസ്ഥകളുണ്ട്. അതിൻ്റെ പിന്നിൽ ചലിക്കുന്ന 2 മേഖലകൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, വ്യാജമുള്ള അധരവും, 2, വഞ്ചനയുള്ള നാവും. ഇവ പലപ്പോഴും നമ്മുടെ പ്രാണനെ എന്ത് ചെയ്യാറുണ്ട്? തകർച്ചയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. നമുക്കറിയാം, ഇന്ന് പല നിലവാരങ്ങളിലുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? അതിൽ പലതും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ പ്രതി സൂയിസൈഡിലേക്കോ ഇല്ലെങ്കിൽ ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്ന അനേകരും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രാണനെ നശിപ്പിക്കുവാൻ വ്യാജമുള്ള അധരത്തിനും അതുപോലെ വഞ്ചനയുള്ള നാവിനും കഴിയുമെന്നുള്ളത് സത്യമല്ലേ? ആണ്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അപവാദങ്ങൾ, നിന്ദകൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പോലും ഇന്നും നമ്മൾ ഉയിരോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ദൈവം നമ്മളുടെ പ്രാണനെ രക്ഷിച്ചത് കൊണ്ടാണ്. 1, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും. 2, വ്യാജമുള്ള അധരങ്ങളിൽ നിന്നും വഞ്ചനയുള്ള നാവിൽ നിന്നും അവൻ നമ്മെ വിടുവിപ്പാൻ ഇടവരും. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരുന്നാട്ട് ബലപ്പെടുത്തിക്കാട്ട് ശക്തീകരിച്ചാട്ട് സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ കൃപയും കരുണയും കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.